നല്ല സിനിമ നമ്മളെപ്പോഴും നല്ലതെന്ന് പറയും. അടിപൊളി പടം, നല്ല പടം. ആർക്കും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് സിനിമയുടെ ട്വിസ്റ്റ്. മോഹൻലാൽ സൂപ്പറല്ലേ, മറ്റേ ദൃശ്യം പോലെ ഏകദേശം അതുപോലെ ഒരു ഇത് തോന്നി. പക്ഷെ അല്ല എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് വയലൻസ് കൂടിപ്പോയോ എന്നൊരു സംശയം. ഇപ്പോൾ ഉള്ള ജനറേഷൻ അറിയാമല്ലോ എന്താണ് ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങളാണല്ലോ. സസ്പെൻസ് ഫാക്ടർ, എക്സ് ഫാക്ടർ എന്നുള്ളത് നമ്മളൊരു ഫാമിലി മൂവി എന്ന് വിചാരിച്ചു പോകുന്നു. പക്ഷെ അതല്ല, ഒരു രക്ഷയില്ല, മാരക പടം തന്നെ പറയും. ഒരു ഫാമിലി എൻ്റർടൈനർ ആണ്, പക്ക എൻഗേജിങ് ആ പടം. നല്ല മൂവിയാണ്, മൂവിയാണ്, അടിപൊളിയാണ്. മോഹൻലാൽ ഫാൻസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതിന് വേണ്ടിയുള്ളതുണ്ട്. നല്ല സിനിമ, സൂപ്പർ പടം, അടിപൊളി പടം. അല്ലല്ല, നല്ല സിനിമ നമ്മളെപ്പോഴും നല്ലതെന്ന് പറയും. അടിപൊളി പടം, നല്ല പടം. നൈസ് പടം, നല്ല പടം. മോഹൻലാൽ തിരിച്ചു വന്നിട്ടുണ്ട്, നല്ല പടം, നല്ല പടം, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, സൂപ്പർ, അടിപൊളി സിനിമ. അടിപൊളി പടം, സൂപ്പർ പടം, സൂപ്പർ പടം. നല്ല മൂവിയായിരുന്നു. യെസ്, എന്തായാലും ഇഷ്ടപ്പെടും. ഒന്നും പറയാനില്ല, ഗംഭീരം. എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും വളരെ നന്നായിരുന്നു. വയലൻസ് ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാനില്ല കേട്ടോ. ഭയങ്കര അഭിനയം രണ്ടുപേരുടെയും, എല്ലാവരുടെയും. ആരുടെയും അഭിനയം നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഭയങ്കര ആർക്കും ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് സിനിമയുടെ ട്വിസ്റ്റ്. പിന്നെ തീർച്ചയായിട്ടും പഴയ ലാലേട്ടൻ തന്നെയാണ് ഇപ്പോഴേ. ആ രൂപം തിരിച്ചു വന്നു. കൊള്ളാം, നല്ല പടം. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു പടം. മോഹൻലാൽ സൂപ്പറല്ലേ, മറ്റേ ദൃശ്യം പോലെ ഏകദേശം അതുപോലെ ഒരു ഇത് തോന്നി. പക്ഷെ അല്ല എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നല്ല പടം. ബ്രില്യൻ. വേറെ ഒന്നുമല്ല, തമിഴ്മൂർത്തി ഇവരുടെ മാർക്കറ്റിംഗ് തന്നെ. നമുക്ക് ഒരു സസ്പെൻസ് ഫാക്ടർ, എക്സ് ഫാക്ടർ എന്നുള്ളത് നമ്മളൊരു ഫാമിലി മൂവി എന്ന് വിചാരിച്ചു പോകുന്നു. പക്ഷെ അതല്ല, ഒരു ബ്രഹ്മാണ്ഡം തന്നെയാണ് സത്യം. മേക്കിംഗ് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്. ക്യാമറ, സ്ക്രീൻ പ്ലേ, ബോഫ് ആൻഡ് എല്ലാ ആക്ടേഴ്സും. ആ മനുഷ്യൻ്റെ നഖം മുതൽ മുടി വരെ അഭിനയിക്കുമെന്ന് ധാരണ മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ല, ഇപ്പം നമ്മൾ ഒരു സിനിമയെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ചെയ്ത് കാര്യമില്ല. ഹി ഹാസ് ആൾറെഡി പ്രൂവ്ഡ്. ഇനിയൊന്നും ചെയ്യാനില്ല. ആൻഡ് ഇതുപോലത്തെ നല്ല സ്ക്രിപ്റ്റ് കിട്ടിയാൽ നല്ല സംവിധായകരുടെ കയ്യിൽ ഇനിയും മാറ്റി തെളിയിക്കാൻ ഒരുപാടുണ്ട് എന്ന് തെളിയിക്കുകയാണ്. ലാലേട്ടൻ വിജയ്. മൂവി നന്നായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ കുറച്ച് വയലൻസ് കൂടിപ്പോയോ എന്നൊരു സംശയം. ഇപ്പോൾ ഉള്ള ജനറേഷൻ അറിയാമല്ലോ എന്താണ് ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങളാണല്ലോ. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ മൂവി നല്ല ത്രില്ലിംഗ് ആയിരുന്നു. പിന്നെ നമുക്ക് എക്സൈറ്റഡ് ആയിരുന്നു. ഒരു എന്താ പറയണ്ടേ, ഒരു സെക്കൻഡ് പോലും ലാഗിങ് ഇല്ലായിരുന്നു. നല്ല മൂവിയായിരുന്നു. നല്ല പടമായിരുന്നു. കൊള്ളായിരുന്നു, നല്ല പടം എന്ന് വെച്ചാൽ ഗംഭീര പടമായിരുന്നു, ഒന്നും പറയില്ല. കാരണം ഒരുപാട് വർഷത്തിന് ശേഷം ലാലേട്ടനെ മനസ്സറിഞ്ഞ് കണ്ടൊരു ഫീലിംഗ് ആണ്. ഒരു രക്ഷയില്ല, മാരക പടം തന്നെ പറയും. ഒരു ഫാമിലി എൻ്റർടൈനർ ആണ്, പക്ക എൻഗേജിങ് ആ പടം. നമുക്ക് ഒരു രക്ഷയില്ല. നല്ല മൂവിയാണ്, നല്ല പടം. സൂപ്പർ, രക്ഷയില്ല. മോഹൻലാൽ രക്ഷയില്ല, എല്ലാവരും സൂപ്പർ. ഒരു രക്ഷയില്ല, സൂപ്പർ ആയിരുന്നു. കംബാക്ക് തന്നെ പറയാൻ പറ്റും. ഞാൻ അങ്ങനെ റിവ്യൂലെല്ലാം കണ്ടായിരുന്നു ഓൾറെഡി. പക്ഷെ എന്നാലും ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഭയങ്കര അടിപൊളിയായിരുന്നു. വയലൻസ് ഇല്ല, നല്ലൊരു റിവെഞ്ച് ക്രൈം ഒക്കെ ഉണ്ട്. അതൊരു വാക്ക് പറയാം. നന്ദിനിക്ക് നന്നായിട്ട് റിവ്യൂ പറയാം. ആക്ച്വലി ഭയങ്കര അടിപൊളി പടം. എല്ലാവരും കാണാൻ പറ്റുന്നവരെല്ലാവരും കാണാൻ. നമുക്ക് പഴയ മോഹൻലാൽ മൂവീസിൻ്റെ അഡാപ്റ്റേഷൻസ് ഒക്കെയായിരുന്നു. സദയവും ഒപ്പവും ഒക്കെ വാസ് പ്രിറ്റി ക്രേസി ആക്ച്വലി. ബൈപോളാർ സിൻഡ്രോം നല്ലപോലെ റിഫ്ലക്റ്റ് ആയിരുന്നു. ഇറ്റ്സ് ഗുഡ്.